ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഹിമവത് ഗോപാൽ സ്വാമി ബേട്ടയിലോട്ടാണ്. ഇത് കർണാടകയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഒരു വലിയ മലയുടെ മുകളിൽ ഉള്ള ഒരു അമ്പലമാണ്. അവിടത്തേക്ക് പോകുന്ന വ്യൂസൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂസാണ്. ഇതിപ്പോൾ പോയത് ഓഗസ്റ്റിലാണ്. താഴെയൊക്കെ നല്ല ചൂടും വെയിലുള്ള സമയമാണ്. നമ്മൾ പോയ കർണാടക ഭാഗത്തൊക്കെ ജമന്തി, സൂര്യകാന്തിയൊക്കെ കഴിച്ചിരിക്കുന്ന സമയമില്ലേ, പൂത്തിരിക്കുന്ന സമയം. ഈ സമയത്താണ് നമ്മളവിടെ പോയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടേക്ക് കയറി നോക്കാം എന്നൊരു എക്സ്പീരിയൻസിൽ ഇങ്ങോട്ട് ടെമ്പിളിലോട്ട് പോയത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഒരു ഗ്രാമം വഴിയാണ്, തനതായ ഒരു രീതിയിലുള്ള കർണാടകയിലെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ടെമ്പിളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ബിൽഡിങ്സും പശുവൊക്കെ കാണാത്ത സ്ഥലമില്ല. പിന്നെ കുറേ തോട്ടം, വെളുത്തുള്ളി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ജമന്തി, സൂര്യകാന്തി, അങ്ങനത്തെ കുറേ ചെടികളുടെ തോട്ടങ്ങൾ കണ്ടു. പിന്നെ ഈ പോകുന്ന വഴി നമ്മൾ ആൾക്കാരൊക്കെ അത് പ്ലക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്, കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ കാണുന്ന മലനിരകളിൽ എവിടെയോ ആണ് ടെമ്പിൾ എന്ന് തോന്നുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല ചൂടാണ്, വെയിലൊക്കെയാണ്. ബട്ട് ആ ടോപ്പിൽ കാണുന്ന ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ എവിടെയോ സിറ്റുവേറ്റ് ചെയ്യുന്ന അമ്പലമാണ്. അപ്പോൾ അത്രയും തണുപ്പും മഞ്ഞും വെള്ളവും മഴയൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു മുകളിൽ. താഴെ ഇപ്പോൾ കാണുന്ന പോലെ വളരെ സണ്ണി, ചൂട് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് രാവിലെ ഒരു 9:30 ആയി കാണും. 8:30ക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവനിങ് 4 PM വരെയേ ഉള്ളൂ. ബട്ട് നല്ല ക്യൂ ആട്ടോ. അവിടെ നിന്ന് മുകളിലോട്ടേക്കുള്ള ബസ് സർവീസ് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമുക്ക് ഓൺ വണ്ടിയിൽ വെഹിക്കിൾ പോകുമായിരുന്നു, ഇപ്പം അതില്ല. നമ്മളപ്പോൾ ക്യൂവിൽ നിന്നു. ക്യൂ പെട്ടെന്ന് പോകും. ബസ്സിലങ്ങനെ കയറി ഓരോ 15 മിനിറ്റ്സിലും സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേഗം നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, ക്യൂ പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുന്നതിനുള്ള വ്യൂ ഒരു രക്ഷയില്ല. ഇതൊക്കെ നേരിട്ട് കാണുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ഇത്രയും നല്ല മലകളും ഫുൾ ഗ്രീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ കോർ സോൺ ഓഫ് വെസ്റ്റേൺ ഗട്ട്സിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്കില്ലേ, അതിൻ്റെ ഒരു നോർത്തേൺ പാർട്ടിലൂടെ പോകുന്നത്. ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ആ ഒരു രീതിയിൽ ആ ഒരു ഫോറസ്റ്റുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പം ഇവിടെ ശരിക്കും ഈ വൈൽഡ് എലിഫൻസും പിന്നെ മയിലും തത്തയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാമെന്നാണ് പറയുന്നത്. ബിക്കോസ് കാടുമായിട്ട് വളരെ ടൈഗറും ലെപ്പേർഡൊക്കെ ഉണ്ടാവും. ബിക്കോസ് കാടുമായിട്ട് ഇത്രയും ചേർന്നിട്ടല്ലേ ഉള്ളത്. നമ്മൾ ടോപ്പിലോട്ട് പോകും തോറും കണ്ടോ, ക്ലൈമറ്റ് മാറി, കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മുകളിലോട്ടേക്ക് പോകും തോറും. അത്രയും വെയിലും ചൂടുള്ള താഴെ നമ്മൾ കയറി വരുമ്പോഴുള്ള അവസ്ഥ നോക്കും. മുകളിലോട്ടേക്ക് ഫുൾ അടുത്ത് ഒരു 100 മീറ്റർ അകലെയുള്ള പോലും കാണൂല എന്ന് പറയില്ല, അതുപോലെ വ്യൂസ് ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പോകുന്ന ടൈം അനുസരിച്ച്. ഇപ്പോൾ ഇത്രയും കോടയുള്ളപ്പോൾ നമുക്ക് അധികം മേലോട്ട് കയറി, ഇപ്പോൾ ടോപ്പിലെത്തിയപ്പോൾ അധികം വ്യൂസ് ഇല്ല, ലിമിറ്റഡ് വ്യൂസേ ഉള്ളൂ. ഇത്രയും കോടയും മഞ്ഞുള്ള സമയത്ത് എങ്ങനെ കാണാം? ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓരോ സീസണിൽ പോയാലും അവിടെ എക്സ്പീരിയൻസ് മാറും. കാണുന്നത് ഇതുപോലുള്ളൊരു ബസ്സിലാണ് നമ്മൾ പോയത്. അപ്പം അങ്ങനെ ഓരോ സമയം പോകുമ്പോഴും ഓരോ ആയിരിക്കും. ഒരു സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ വേറെ രസമുള്ളൊരു ട്രിപ്പായിരുന്നു അങ്ങോട്ടേക്കുള്ളത്. പിന്നെ പോകുന്ന വഴി വേഗം തന്നെ ടെമ്പിളിലോട്ട് എത്തി. കുറച്ച് കിലോമീറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ക്രൗഡഡാണ്. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയണ്ട, പുറത്തിറങ്ങിയാൽ നമ്മൾ പറന്നു പോകുന്നു. അത്രയും നല്ല തണുപ്പും കാറ്റുമാണ്. മഴേനേക്കാളും ഈ വിൻഡാണ് കുഴപ്പക്കാരൻ. നമ്മളിങ്ങനെ മേത്തോട്ട് അടിച്ച് കയറ്റുന്ന കാറ്റാണ്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറിയൊക്കെ പോകുമ്പോൾ ടെമ്പിളിലോട്ടേക്ക് എത്തുമ്പോൾ ഇത് ശ്രീകൃഷ്ണൻ്റെ ടെമ്പിളാണ്, ലോർഡ് കൃഷ്ണയാണ്. അപ്പോൾ ഇത് കണ്ടവരിങ്ങനെ ചന്ദനക്കുരയൊക്കെ നെറ്റി തൊട്ട് വരുന്നു. നമ്മൾ മധുരയിൽ പോയ സമയത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നെറ്റിയിൽ ചന്ദനക്കുരയൊക്കെ തൊട്ട് വരും, ഗോപിക്കുരി ഒക്കെ തൊട്ട് വരുന്ന സമയം. ഈ ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കൃഷ്ണൻ്റെ ടെമ്പിളാണ്. ഒരു 14th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ടെമ്പിളായത്. അപ്പോൾ ഹിമവത് ഗോപാൽ സ്വാമി ബേട്ട എന്ന് പറയുന്ന നെയിം തന്നെ പറയുന്നത് ഹിമവത്. ഇവിടെ എപ്പോഴും ഒരു കൊല്ലത്തിൽ ഏത് സമയം വന്നാലും ഇവിടെ ഈ മഞ്ഞും മിസ്റ്റൊക്കെയാണ്. അപ്പോൾ അതാണ് ഈ ഹിമവത് എന്നുള്ള നെയിം വന്നത്. പിന്നെ ഗോപാൽ സ്വാമി ലോർഡ് കൃഷ്ണൻ, ബേട്ട മീൻസ് ഹിൽ. അപ്പം നെയിം അതാണ് ഫുള്ളി പറയുന്നത്. ഇവിടെയൊക്കെ ശരിക്കും വൈൽഡ് എലിഫൻസ് ഒരുപാട് വരുന്ന സ്ഥലമാണ്. നമ്മൾ പോയ സമയത്ത് ഉണ്ടായിട്ടില്ല.
അത് ഈ ക്ലൈമറ്റ് കൊണ്ട് കാണാത്തതാണോ അധികം ദൂരെ കാണാത്തതാണോ എന്നറിയില്ല. ഇങ്ങനെ അടിച്ച് കയറുന്ന കോടയാണ് കണ്ടുകൊണ്ടിരുന്നത്. ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ നല്ല ചൂടുള്ള ചോറും പിന്നെ ഒരു പ്രസാദം എന്നൊരു സാധനം കിട്ടുമായിരുന്നു. ഞാനില്ലേ ഒരുപാട് ലേറ്റായിട്ട് 4 PM ശേഷമൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ, ഒക്കെ ലിമിറ്റഡാണ്. അന്ന് 1-2 ക്ലിക്സൊക്കെ എടുത്ത് അങ്ങനെ വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ എത്തിയപ്പോൾ ഉള്ളത്. നമുക്ക് കോട ഒരുപാടുണ്ടെങ്കിലും അത് മാറി വരും. അങ്ങനെ ഫുൾ ടൈം കോട എന്നല്ല, അതിങ്ങനെ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ചില ലക്കുണ്ടെങ്കിൽ ഓരോ കുറച്ച് വ്യൂസ് കൂടി കാണാം. പിന്നെ ഇറങ്ങുന്ന സമയത്തുള്ള വ്യൂസും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാൻ. നമുക്കത് കണ്ടാൽ തന്നെ നമ്മളെ മൈൻഡിൽ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് കർണാടകയിൽ, ഇത്രയും രസമുള്ള. അത് നമ്മൾ ടോപ്പിലെത്തുമ്പോൾ താഴെ നല്ല പ്ലെയിൻ ഏരിയ കേട്ടോ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.